ബി ഗോപാലകൃഷ്ണൻ, കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യമൊന്നും ബി ജെ പിക്ക് അനുകൂലമല്ല എന്ന അഭിപ്രായം രണ്ടുപേർക്കുമുണ്ട്, അല്ല 3 പേർക്കുമുണ്ട്. രണ്ടക്ക സംഖ്യയുടെ കാര്യത്തിൽ താങ്കൾ നടത്തിയ പരാമർശങ്ങൾ തുടക്കത്തിലെ തോൽവി സമ്മതിക്കുന്നതിന് തുല്യമാണ് എന്നൊരു നിരീക്ഷണവും ഉണ്ടായി. അതിലെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഹിന്ദി അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത്. കാരണം ഇന്നത്തെ മനോരമ പത്രവും മാതൃഭൂമി പത്രവും വായിച്ചാൽ വളരെ കൃത്യമായിട്ട് അവർ എഴുതിയിട്ടുണ്ട്. അത് വായിക്കാത്തതിൻ്റെയും ഹിന്ദി അറിയാത്തതിൻ്റെയും കുഴപ്പമാണ്, അത് എൻ്റെ കുഴപ്പമല്ല. എന്തായാലും ചാമക്കാലയുടെ ആ ഒരു വാദമുണ്ടല്ലോ, അത് ഞാനങ്ങ് ഏറ്റെടുക്കുകയാണ്. അതിപ്പോൾ തൽക്കാലം 1000 രൂപ അല്ലെങ്കിൽ പൈസ വെച്ചിട്ടുള്ള വാദമൊന്നും വേണ്ട, നമുക്ക് നല്ല ഉഴുന്നുവടയ്ക്ക് വാദം വെക്കാം. കാരണം ഉഴുന്നുവടയും ഇവിടെ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയും തമ്മിൽ നല്ല ബന്ധമാണല്ലോ. കാരണം മസാലദോശയുടെ കൂടെ സൗജന്യമായി കിട്ടുന്ന ഉഴുന്നുവടയാണ് മുരളീധരൻ എന്ന് പറഞ്ഞത് ബി ജെ പിക്കാരോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാരോ അല്ല, അത് പറഞ്ഞത് നിങ്ങളുടെ നേതാവ് ഉണ്ണിത്താനാണ്. അദ്ദേഹം ഒന്നുകൂടെ പറഞ്ഞു, എന്താ പറഞ്ഞത്, സംസാരിക്കട്ടെ, ഞാൻ സംസാരിക്കട്ടെ, നമ്മൾ ഒരു സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരല്ലേ, ഞാൻ സംസാരിക്കട്ടെ. അപ്പോൾ ഉഴുന്നുവടയുടെ പേരിൽ തന്നെ ആവാം. പിന്നെ ഉണ്ണിത്താൻ പറഞ്ഞു, ഞാനൊന്ന് ഓർമ്മിപ്പിക്കുക, ഉണ്ണിത്താൻ പറഞ്ഞു ഞാനൊരു പുസ്തകം എഴുതുകയാണെങ്കിൽ, അതായത് നിങ്ങളുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥിയെക്കുറിച്ച്, തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയെക്കുറിച്ച്, പേര് ഞാൻ പറയുന്നില്ല, കരുണാകരൻ്റെ മകനെക്കുറിച്ച് ഒരു പുസ്തകം എഴുതുകയാണെങ്കിൽ അതിൽ വാത്സ്യായനൻ തോറ്റുപോകുന്ന പറഞ്ഞ്. കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ. സാംസ്കാരികമായി പ്രതികരിക്കാൻ നല്ല തയ്യാറെടുപ്പുള്ള ആളുകളാണ് ഇവിടുത്തെ അമ്മമാരും പെങ്ങമ്മമാരും. അതുകൊണ്ട് ഇവിടുത്തെ സ്ത്രീകൾ അത് മനസ്സിലാക്കും, അത് ആ രീതിയിൽ തന്നെ പ്രതികരിക്കും. നിങ്ങളുടെ വാദവുമായി ചേരുന്നു. ഒപ്പം നിങ്ങളോട് വേറൊരു വാദം കൂടി ഞാൻ വെക്കുന്നു. എന്തൊരു കഷ്ടമാണ് ഇങ്ങനെ ഗോപി, ഞാൻ ഗോപി അത് ശരിയല്ല. നീ പറഞ്ഞോ, ഞാനൊന്ന് സംസാരിക്കട്ടെ. ഇത് ശരിയല്ല ചാമക്കാല, ഞാൻ മിണ്ടിയില്ലല്ലോ നിങ്ങൾ സംസാരിക്കുമ്പോൾ. അപ്പോൾ ഒരു സാമാന്യ മര്യാദ കാണിക്കുക, അതല്ലേ നല്ലത്. മാത്രമല്ല അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. സ്ഥാനാർത്ഥികളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിൽ നമ്മൾ പ്രചാരണത്തിലേക്ക് കടക്കരുതെന്നുള്ളത് അതും ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ശരി, ഞാൻ ഒന്ന് ശ്രീ ജ്യോതികുമാർ ചാമക്കൽ ഒരു മിനിറ്റ്, അദ്ദേഹം ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ലെറ്റ് ഹിം കംപ്ലീറ്റ്. ഞാനൊന്ന് സംസാരിക്കട്ടെ മിസ്റ്റർ, കുറെ നേരമായല്ലോ നിങ്ങൾ സംസാരിക്കട്ടെ. അത് ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ ഇടപെട്ടല്ലോ, അത് ഞാൻ ഇടപെട്ടു, ഞാനത് ഇടപെട്ടു. ശ്രീ ജ്യോതികുമാർ ചാമക്കൽ, അല്ല അദ്ദേഹം പറയട്ടെ, കംപ്ലീറ്റ്. അല്ല ഒരു മിനിറ്റ് സംസാരിച്ചു. പറയൂ ശ്രീ ബി ഗോപാലകൃഷ്ണൻ, പറയൂ. നിങ്ങൾ എന്റെ ചാമക്കാലം ഒന്ന് അടങ്ങ്. പിന്നെ അദ്ദേഹം വാദം വെച്ചപ്പോൾ ആദ്യം സ്ഥാനാർത്ഥിയുടെ പേര് പറഞ്ഞത് ഞാനല്ല, സ്ഥാനാർത്ഥിയുടെ പേര് പറഞ്ഞത് സുരേഷ് ഗോപിനാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ആദ്യം നിങ്ങൾ കേൾക്കണം. ഞാൻ വാദം വെക്കുകയാണ് സുരേഷ് ഗോപി തോക്കില്ല എന്ന്, ഇതാണ് അദ്ദേഹം പറഞ്ഞത്. വേണമെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ റിപ്ലൈ ചെയ്തോളൂ, അത് സത്യമാണ്. സുരേഷ് ഗോപി തോക്കില്ല. നിങ്ങൾ പറഞ്ഞത് സുരേഷ് ഗോപി തോക്കില്ല എന്ന് ഞാൻ വാദം വെക്കാന്നാണ് നിങ്ങൾ പറഞ്ഞത്. എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയത്. മനുഷ്യനൊന്ന് സംസാരിക്കാൻ സമ്മതിക്കില്ല എന്ന് വെച്ചാല് കഷ്ടത്. ഒന്ന് അടങ്ങ് സാർ, ഞങ്ങളൊന്ന് പറയട്ടെ. നമ്മൾ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരല്ലേ, എന്താ ഇങ്ങനെ? രണ്ടാമത്തെ കാര്യം, മിസ്റ്റർ സമ്പത്ത് എന്റെ വളരെ അദ്ദേഹം മനുഷ്യനെ കുറിച്ചാണ് പറഞ്ഞത്. അദ്ദേഹം മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് മനുഷ്യന് വേണ്ടിയിട്ടാണ് വാദിക്കുന്നതെന്ന്. സമ്പത്തെ, ഈ അഭിമന്യു മനുഷ്യനായിരുന്നില്ലേ? അല്ലേ? സിദ്ധാർത്ഥ് മനുഷ്യനായിരുന്നില്ലേ? ഇപ്പൊ ആത്മഹത്യ ചെയ്യപ്പെട്ട നിങ്ങളുടെ SFIക്കാർ ക്രൂരമായി മർദ്ദിച്ച് ആത്മഹത്യ ചെയ്ത ആ ഷാജി ഉണ്ടല്ലോ, ക്രൂരമായി മർദ്ദിച്ച് ആ ഷാജി, അദ്ദേഹവും മനുഷ്യനല്ലേ? നിങ്ങൾ പറഞ്ഞ ബൽക്കിസ് ബാനുവിന്റെ ഗുജറാത്ത് കാര്യത്തെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. നമ്മുടെ കേരളത്തിലെ ഒരു സ്ത്രീയോട് നികൃഷ്ടമായി പെരുമാറിയ ആർഷോ എന്ന നിങ്ങളുടെ കുഞ്ഞ് ആ പൈതലുണ്ടല്ലോ, അവന് മുലപ്പാൽ കൊടുത്തിങ്ങനെ താലോലിച്ച് പോലീസ് കൊണ്ടുപോയപ്പം എന്തേ സമ്പത്തെ സ്ത്രീകളുടെ കാര്യം മറന്നുപോയോ? സ്ത്രീകളുടെ കാര്യം നിങ്ങൾ മറന്നുപോയോ? ഇപ്പം നിങ്ങൾക്ക് ആകെ പറയാൻ ഇലക്ട്രൽ ബോണ്ട് സുതാര്യമാണ്. ഞാൻ വെല്ലുവിളിക്കാൻ നിങ്ങളോട്, വാദത്തിന് വന്നോ? ഭരണഘടനാ പ്രകാരം 19A കാര്യത്തിലാണ് പറഞ്ഞത്. ഇലക്ട്രൽ ബോണ്ട് കൊടുക്കുന്നവനും ഇലക്ട്രൽ ബോണ്ട് മേടിക്കുന്നവനും കൃത്യമായി ടാക്സ് അടയ്ക്കണം.
ഇനി പിന്നെ ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഇലക്ട്രൽ ബോണ്ടാ. നിങ്ങൾക്ക് കൈതോലപ്പായ, നിങ്ങൾ കൈതോലപ്പായയിൽ കെട്ടിപ്പൊതിഞ്ഞ് വണ്ടിയുടെ ഡിക്കിൽ വെച്ച് കൊണ്ടുപോകുന്ന മാസപ്പടി വീരന്മാരാ നിങ്ങൾ. പിന്നെ നിങ്ങൾ പൈസ മേടിച്ചില്ലെന്ന് പറയല്ലേ, 25 കോടി മേടിച്ചിട്ടുണ്ട് നിങ്ങൾ DMKയുടെ കയ്യിൽ നിന്ന്. അതുകൊണ്ട് ആ വർത്തമാനം ഒന്നും പറയണ്ട. പക്ഷെ എനിക്ക് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം, വേറൊന്നും ഞാൻ കൂടുതൽ പോകുന്നില്ല. കാരണം നമ്മുടെ ചെക്കുട്ടി പറഞ്ഞു എന്ത് ഗ്യാരണ്ടിയാണ് മോദി കഴിഞ്ഞ 10 വർഷം ഗ്യാരണ്ടി. ചെക്കുട്ടി, കൊറോണ വാക്സിൻ മോദിയുടെ ഗ്യാരണ്ടിയാ. ഒന്ന് കിട്ടിയില്ലേ ചെക്കുട്ടിക്ക് കിട്ടിയില്ല എന്ന് പറയാൻ പറ്റുമോ? സൗജന്യമായി ചെക്കുട്ടിക്ക് കിട്ടിയില്ലേ? കൊറോണ വാക്സിൻ സൗജന്യമായി ശരി.